ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അയിനത്തും എന്ന് പറഞ്ഞ സ്പോട്ടിലാണ് കേട്ടോ. സലാലയിൽ അയിനത്തും എന്ന് പറഞ്ഞ സ്ഥലം ഒരു വാട്ടർഫോളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഒരു തരി വെള്ളമില്ല. ഖരീഫ് സീസൺ തുടങ്ങിയിട്ടുള്ളൂ. മഴ ഒന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. പച്ചപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും. അവിടെ ഒരു കാട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതി പോലെ അല്ലേ. പച്ചപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഈ വെള്ളച്ചാട്ടം വെള്ളമൊഴുക്കൊന്നും വന്നിട്ടില്ല. കറക്റ്റ് ഇത് ഈ ഭാഗത്തു കൂടെയാണ് ശരിക്കും വെള്ളം ഒഴുകി പോവുക. അവിടുന്ന് വെള്ളം ചാടി വരും, ഈ ഭാഗത്തു കൂടെ വെള്ളം ഒഴുകി പോവും. അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. പക്ഷേ എന്താ വെച്ചാൽ വെള്ളമില്ല, ഒരു തരി വെള്ളമില്ല. ഒക്കെ മഴ ഇങ്ങനെ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ പെയ്തിട്ട് ഫുള്ള് പച്ചപ്പ്. നല്ല രസമുണ്ട് കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നല്ലൊരു ഇവിടെ നൈസ് ഒരു ഗുഹ പോലത്തെ ഒരു വഴി കാണുന്നുണ്ട്. ഒരു ഗുഹ പോലത്തെ ഒരു വഴി കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി കറക്റ്റ് ഇങ്ങനെ വന്നു കേട്ടോ. അവിടെയല്ലേ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഇതിലിറങ്ങി താഴത്തേക്ക് കണ്ട് പോകാൻ പറ്റും. ഇങ്ങനെ ഇറങ്ങി പോവാം. പക്ഷെ നമ്മൾ ഇറങ്ങണില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്കുള്ളൊരു വ്യൂ ഉണ്ട്. ഇതാ ഇവിടെയാണ് ആ വെള്ളം ചാടുന്ന സ്പോട്ട് കേട്ടോ. ഇപ്പോൾ തന്നെ വീഴാൻ പോയേനെ. ഇതാ വാട്ടർഫോളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞില്ലേ. ഇതാണ് ആ വാട്ടർഫോളിൻ്റെ ഏരിയ. സെറ്റാണ്. അതിന് മുകളിൽ നിന്നൊക്കെ കറക്റ്റ് ഇങ്ങനെ വെള്ളം വന്ന് ചാടും. നല്ല രസമായിട്ട് കാണണ്ടാ. പക്ഷേ ഇവിടെ മൊത്തം ഡ്രൈ ആണ്. ഖരീഫ് സീസൺ തന്നെ ഫസ്റ്റിലെല്ലാവരും ചാടി കയറി പോരും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ പച്ചപ്പും കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ സമയത്ത് കാണാൻ പറ്റും. പക്ഷെ വെള്ളച്ചാട്ടം കുറച്ച് ചില ഏരിയയിലൊക്കെ വെള്ളം ഉണ്ടെന്നുള്ളൂ. ചില ഏരിയയിലൊന്നും വെള്ളമില്ല. ഇതിപ്പോൾ അയിനത്തൂം എന്ന് പറഞ്ഞ സ്പോട്ടാണ്. അയിനത്തൂമിൽ ഇതാണ് അവസ്ഥ. തീരെ വെള്ളമില്ല. ഇപ്പോൾ ജൂലൈ പകുതി ആയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേനും എല്ലാം സെറ്റാവും. ഓഗസ്റ്റ് ആകുമ്പോഴത്തേനും സെറ്റാവും. ഗൈസ്, അങ്ങനെ ഇവിടെ ഒരു കിണർ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ചെറിയൊരു ഇതിൽ വെള്ളമുണ്ട്. കിണറല്ല, ജസ്റ്റ് അവിടെ ഒരു ഓസ് ഇട്ടിട്ട് അവർ അതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്. ഇവിടെ ഫുൾ ടൈം വെള്ളം ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ ഈ മലയുടെ അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. പാറയുടെ ഉള്ളിൽ നിന്ന് നൈസായിട്ട് വെള്ളം വരും. ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഒരു ഗുഹ പോലെ ചെറിയൊരു വഴിയൊക്കെ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും കയറുന്നില്ല. ചിലപ്പോൾ എവിടം വരെ പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാടിൻ്റെ വൈബ്.